ഈ സുരാജ് വെഞ്ഞാറമൂടിന്റെ ക്യാരക്ടറെ ഒരു മുസ്ലിം ക്യാരക്ടറാണ് ചരിത്രത്തിൽ. പക്ഷെ അതിന്റെ ആ ഇൻസിഡന്റോ സംഗതികളോ അങ്ങനെയല്ലല്ലോ വന്നിട്ടുള്ളത്. അതിനെ നമ്മൾ കൃത്യമായിട്ട് രാഷ്ട്രീയമായിട്ട് തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ടെന്നാ എനിക്ക് വേറെ തരത്തിൽ ഇന്റർപ്രറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. പുള്ളിന്റെ കൺവിക്ഷൻ എന്താ? കാരണം പുള്ളി വേറെ തരത്തിൽ നായകനൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു ആള് ഇതിനകത്ത് ഈ ഇതിലേക്ക്, അതുപോലെ ചേരന്റെ കാസ്റ്റിങ്ങും മൂപ്പരുടെ ആഗ്രഹം ഉണ്ടെന്ന് മൂപ്പര് നേരത്തെ മലയാളത്തിൽ അഭിനയിക്കാനുള്ള ഈ രണ്ട് ക്യാരക്ടേഴ്സിലേക്ക് എങ്ങനെ എത്തുന്നത്? പേരിടാനുള്ള കാരണം വെച്ചാല് അതിനകത്ത് ഇപ്പം സ്ക്രിപ്റ്റ് ഇങ്ങനെ എഴുതി പോകുന്ന സമയത്ത് ആദ്യം കഥ പറയുമ്പോൾ പേരില്ല, ഒരാളെന്നുള്ളത്. പിന്നീട് ഘട്ടത്തിലാണ് പേര് വരുന്നത്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു ഇയാൾ പറയാൻ സാധ്യത ഇതിൽ പറയുന്ന 1-2 ഡയലോഗുകളുണ്ട്. അപ്പൊ അങ്ങനെ ശരിക്കും എനിക്ക് ബഷീറിനെ ഓർമ്മ വന്നു, വൈക്കം മുഹമ്മദ് ബഷീർ. അങ്ങനെയാണ് ബഷീർ എന്നുള്ള പേര്. അത്ര ഞാൻ കുറച്ചുകൂടെ പോലും ജീവിതത്തെ പറ്റിയൊക്കെ പറയുന്ന കുറെ സാധനങ്ങളുണ്ടല്ലോ. ചൊറിയുന്നിടത്ത് വന്നേക്കാളാണ് പരമ്പരമായ അങ്ങനെ പറയാൻ ഒരാൾക്ക് കഴിയുമെന്നുള്ള. നീ ഒരു നല്ല പോലീസായിട്ടായിരിക്കും തിരിച്ചു പോകുന്ന ഒരു ജീവിതാനുഭവങ്ങളുള്ള ഒരു മനുഷ്യനാണല്ലോ. എനിക്കൊന്ന് കേരളത്തിൽ ഏറ്റവും ജീവിതാനുഭവങ്ങളുള്ള ഒരാൾ ബഷീറാണ്. അപ്പൊ ആ ജയിലിൽ പോയപ്പോ അവിടെയും കഥ ഉണ്ടാക്കിയ ആളാ. ചേരന്റെ ക്യാരക്ടറോ? ചേരനിലേക്ക് എങ്ങനെ എത്തുന്നത്? ഇഷ്ടംപോലെ നടന്മാരുണ്ടല്ലോ. അതൊരു തമിഴ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു ആർട്ടിസ്റ്റാണെന്ന് തീരുമാനിച്ച സമയത്ത് ഇങ്ങനെ ആലോചിച്ച് പല പേരുകൾ ആലോചിച്ച് കഴിഞ്ഞപ്പോഴാണ് ചേരൻ സാർ മലയാളത്തിൽ അഭിനയിച്ചിട്ടില്ല എന്ന് മനസ്സിലാവുന്നത്. അപ്പൊ അദ്ദേഹത്തെ വിളിച്ചു, ഞങ്ങൾ പോയി നറേഷൻ പറഞ്ഞു, സ്ക്രിപ്റ്റ് അല്ല, ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കഥ പറഞ്ഞു. അപ്പം 2-3 ദിവസം ചോദിച്ചു ഇത് എങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള പുള്ളിയുടേതായ കൺഫ്യൂഷൻസ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു ചെയ്യാം എന്ന് പറയായിരുന്നു. പുള്ളിയുടെ കോൺഫിഡൻസ് എന്ന് വെച്ചാൽ പുള്ളിയുടെ ഫിസിക്കിന് പറ്റുന്ന ഒരു പോലീസ് ഓഫീസർ അല്ല. പുള്ളി വീക്കാണോ എന്ന് പുള്ളിക്ക് അന്ന് തോന്നലുണ്ടായിരുന്നു. പക്ഷെ ഫിസിക്കൽ ഫിറ്റ്നസ് ഒന്നും പോലീസിൽ അങ്ങനെയാണ് ജിം ട്രെയിനർമാരെ അത് അത്രേ ഉള്ളൂ. അത്ര ലാഘവത്തോടുകൂടി കണ്ട ഫിസിക്കൽ ഫിറ്റ്നസ് പോലീസിംഗിൽ എല്ലാവർക്കും ഉണ്ട്. നമ്മൾ എക്സാമ്പിൾ എടുത്ത് പറയാൻ പറ്റില്ല. ഫിസിക്കൽ ഫിറ്റ്നസ് ഇല്ലാതെ എത്ര പോലീസുകാരുണ്ട്. പോലീസ് കോൺസെപ്റ്റ് നമുക്ക് തോന്നുന്നത് നമ്മൾ ചെയ്യുന്ന അധികാരത്തിൽ വളരെ ഫിസിക്ക് പറഞ്ഞ ഒരു മനുഷ്യനായിരുന്നു ഹിറ്റ്ലർ. അയാളാണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടാക്കിയ ഒരാൾ. അപ്പൊ അതിന് ശരീരവുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. അത് മണ്ടത്തരങ്ങളാണ്, വേറെ ഗെയിമല്ലേ. ആ സമയത്ത് നമുക്ക് തോന്നുന്ന ചേരൻ സാറിന് അത്ര ചിന്തകൾ വിട്ട് കഴിഞ്ഞാൽ ചേരൻ സാറിന് ചിലപ്പോൾ ആ കോൺഫിഡൻസ് കൊടുത്ത് നമ്മുടെ കഥയുടെ തിരക്കഥയിലെ അയാളുടെ പെരുമാറ്റങ്ങൾ ഞാൻ തന്നെ ആണ് കൺവിൻസ് ചെയ്യിപ്പിച്ചത്. സ്ക്രിപ്റ്റ് വെച്ചിട്ട് പുള്ളി അത് കൺവിൻസ് പുള്ളി അസാധ്യമായി ചെയ്തിട്ടുണ്ട്. ഇപ്പം നടൻ മുരളീനൊക്കെ എന്നൊക്കെ ചില ആൾക്കാർ പറയുന്നുണ്ട്. നല്ലതാണ്.